കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ നെയ്ച്ചോറ് റെസിപ്പിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് വേണ്ടത് ഒരു ചെറിയ സബോള, ചെറിയൊരു ക്യാരറ്റ്, കുറച്ച് മല്ലിയില അരിഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ പാൻ വെച്ച് ചൂടായതിന് ശേഷം ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കറുകപ്പട്ട, ഗ്രാമ്പു, കുരുമുളക്, ഏലക്കായ അതൊന്ന് പച്ചമണം മാറണ വരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോളയും ക്യാരറ്റും ഇടാം. ആ സബോളയും ക്യാരറ്റൊക്കെ നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ അരി ഇടണം. അരി ഇടുന്നതിന് മുന്നേ 20 മിനിറ്റ് മുന്നേ നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ സോക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അരി നമ്മൾ കഴുകിയിട്ട് വേണം സോക്ക് ചെയ്ത് വയ്ക്കാൻ. അല്ലെങ്കിൽ സോക്ക് ചെയ്തിട്ട് അരി കഴുകുമ്പോൾ അരി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നെയ്ച്ചോറിൻ്റെ ഭംഗിയൊക്കെ പോകും. അപ്പോൾ അതേ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചാൽ അരി അതിലിട്ടു. അരി ഇട്ടതിന് ശേഷം അരി ഒന്ന് നന്നായി അതിലിട്ട് ആ നെയ്യിലും ആ സബോള ഇതിലൊക്കെ ഇട്ടൊന്ന് നന്നായി ഇത് വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അളവിൽ വെള്ളം എന്ന നിലയിൽ നമ്മൾ ആ വെള്ളം ഒന്ന് തിളപ്പിച്ച് മാറ്റി വെക്കണം. പിന്നെ അരി അളന്ന ഗ്ലാസ് ഏതാണോ ആ ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ അളവ് മാറിപ്പോകും. അപ്പോൾ അത് നമ്മൾ മുൻകൂട്ടി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ തിളപ്പിച്ച വെള്ളം കൂടിയും ഈ അരിയുടെ കൂടെ യോജിപ്പിക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ ആവശ്യത്തിന് അളവിനനുസരിച്ചുള്ള ഉപ്പിടുക. അതിനുശേഷം ഒരു പകുതി ചെറുനാരങ്ങ നീര് അതും ഒഴിച്ച് കൊടുക്കാം. പിന്നെ മല്ലിയില, കുറച്ച് മല്ലിയില, നമ്മൾ അരിഞ്ഞ് വെച്ചാൽ മല്ലിയില കുറച്ച് മല്ലിയില ഇപ്പം ഇട്ട് കൊടുക്കുക. അതിലെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ആ വെള്ളം ഇത്തിരി നോക്കണം കേട്ടോ, ഉപ്പൊക്കെ പാകണമെന്ന് നോക്കിയതിന് ശേഷം നന്നായി ഇളക്കിയതിന് ശേഷം തള വന്നതിന് ശേഷം മൂടി വയ്ക്കുക. ഒരു സിമ്മിലിട്ടിട്ട് 5-6 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയി കഴിഞ്ഞു. റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് ആദ്യം അടച്ചു വയ്ക്കുക. ഒരു 5 മിനിറ്റ് ശേഷം നമുക്കതെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങളിത് ബീഫിൻ്റെ കൂടിയാണ് കോമ്പിനേഷൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ കറിയുടെ കൂടിയോ മട്ടൻ കറിയുടെ കൂടിയോ മുട്ടക്കറിയുടെ കൂടിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ അതിലെ ആ ഇട്ടിരിക്കുന്ന കറുകപ്പട്ടയൊക്കെ ഒന്ന് എടുത്ത് കളയാം. കുട്ടികളത് കടിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കളയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഏറ്റവും സിമ്പിളായിട്ട് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് സുഖമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.